പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ആൻഡ്രൂ സാറിന് ആ ഒരു പ്രദേശത്തിന്റെ ഭൂപ്രകൃതി നന്നായിട്ടറിയാം. നേരത്തെ പറഞ്ഞതുപോലെ 36.48% വനമേഖലയുള്ള വയനാട്. ആ വയനാട്ടിൽ ഈ 3 ആഴ്ചക്കിടെ പൊലിഞ്ഞ 3 ജീവൻ, ആ 3 വ്യക്തികളെയും നമ്മളൊന്ന് എടുത്തു നോക്കൂ. തോൽപ്പെട്ടിയിലെ തോട്ടം കാവൽക്കാരൻ ലക്ഷ്മണൻ, അജീഷ്, ഒപ്പം പോൾ. ഈ 3 പേരുടെയും പ്രായം അതും നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു ഘടകമാണ്. 3 കുടുംബങ്ങളുടെയും അത്താണിയാണ്. അതായത് ലക്ഷ്മണന്റെ പ്രായം 50 വയസ്സ്, പോളിന്റെ പ്രായം 49 വയസ്സ്, അജീഷിന്റെ പ്രായം 47 വയസ്സ്. ഇപ്പോൾ ആ കുട്ടി ഇന്ന് സംസാരിച്ച പോളിന്റെ മകൾ സോന 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു കുടുംബത്തിന്റെ ഏക അത്താണിയായ ഒരാളെയാണ് ആ ഉപജീവനത്തിനായി പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം തോട്ടത്തിൽ നിൽക്കുമ്പോൾ വന്യമൃഗം ആക്രമിക്കുന്നതും കൊലപ്പെടുത്തുന്നതും. ഇത് ഈ പുതുവർഷം തുടങ്ങിയതിന് ശേഷമുള്ള ഇപ്പോൾ ഇക്കഴിഞ്ഞ 17 ദിവസത്തിനിടയിലാണ് ഈ 3 മരണവും സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞയാഴ്ച നടന്ന ഒരു മരണത്തിന്റെ ഞെട്ടൽ മാറുന്നതിന് മുൻപേ അടുത്തത് സംഭവിക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ എത്തിച്ചേരേണ്ട ഒരു നിഗമനമുണ്ട്. അതായത് മനുഷ്യജീവൻ ഇല്ലാതാകുന്ന അല്ലെങ്കിൽ വന്യജീവിയുടെ ആക്രമണത്തിൽ ഇല്ലാതാകുന്നതിൻ്റെ ഇടവേള കുറഞ്ഞു വരികയാണ്. ആ ഇടവേള കുറയുന്നു എന്നുള്ളത് നമ്മൾ കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ട ഒരു വസ്തുതയാണ്. നേരത്തെ മാസത്തിൽ ഒരിക്കലാണ് ഒരു കൊലപാതകം, ഒരു വന്യമൃഗത്തിൻ്റെ ആക്രമണത്തിൽ ഒരാൾ മരിക്കുന്ന സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ തുടരെ തുടരെ സംഭവിക്കുകയും അത് നമുക്കൊരു വലിയ സംഭവമായി മാറാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇവിടെയാണ് വനം മന്ത്രിയുടെ അലംഭാവം അല്ലെങ്കിൽ വനം മന്ത്രി എത്രത്തോളം ആ ഒരു പദവിയിലിരിക്കാൻ വനം വകുപ്പ് നോക്കാൻ കേപ്പബിൾ ആണ് എന്ന ചോദ്യം ഉയരുന്നത്. ഈ വനം മന്ത്രി ഒരു കാട്ടാനയുടെ മുന്നിൽപ്പെട്ടാൽ എന്തായിരിക്കും ചെയ്യുക എന്ന് പോലും പല ആളുകളും ചോദിക്കുന്നുണ്ടായിരുന്നു. കാട്ടാനയുടെ മുന്നിലേക്ക് കൊണ്ട് ഇട്ട് കൊടുക്കണം, അപ്പോഴേ മനസ്സിലാകൂ ഞങ്ങളുടെ വേദന എന്ന് ഇന്ന് പുൽപ്പള്ളിയിൽ തടിച്ചുകൂടിയ മനുഷ്യർ പറയുകയാണ്. അത് സത്യമാണ്. കാരണം അവിടെ ജീവിക്കുന്നവരെ അറിയൂ. തൻ്റെ ജീവൻ കയ്യിലെടുത്ത് പിടിച്ച തൻ്റെ കുടുംബം അവർ വന്യമൃഗത്തിന് മുന്നിൽപ്പെട്ട് അല്ലെങ്കിൽ ആ ആക്രമണത്തിനിരയായി മരിക്കുമോ എന്ന് പേടിച്ച് ജീവിക്കുന്നവരെ അത് മനസ്സിലാവുകയുള്ളൂ. അത് മനസ്സിലാക്കാത്ത, ആ ഒരു ഗൗരവത്തോടെ അത് മനസ്സിലാക്കാത്ത ഒരാളെ വയനാടിൻ്റെ ചുമതല, ഒപ്പം വനം വകുപ്പിൻ്റെ ചുമതല, ഇത് രണ്ടും കൊടുത്തിരുത്തിയിരിക്കുന്ന സർക്കാർ അത് പുനർവിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്ന് നോക്കൂ, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് NCPയിൽ നിന്ന് തന്നെ ഇപ്പോൾ അജിത് പവാർ വിഭാഗം NCP എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ശശീന്ദ്രനെ മാറ്റൂ എന്നുള്ള രീതിയിലാണ്. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആവശ്യങ്ങൾ ഉയരുന്നു. അത് അവരുടെ പാർട്ടിക്കുള്ളിലെ കാര്യമാണ്. എങ്കിൽ പോലും അങ്ങനെ ഒരു ഓപ്ഷൻ വന്നാലും തെറ്റില്ല എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ തോന്നുന്നത്. കാരണം വനം മന്ത്രി എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് ഇത്രയും ഇൻകേപ്പബിളായി പ്രവർത്തനം നടത്തുന്ന ഒരാളെ മാറ്റുന്നതിനെക്കുറിച്ച് പിണറായി വിജയൻ ചിന്തിക്കേണ്ടതാണ്. കാരണം മുഖ്യമന്ത്രി എടുക്കേണ്ട ഒരു കോളാണത്. ഇത്രയും സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടേക്ക് ആ സ്പോട്ടിലേക്ക് എത്താൻ, അവിടെയുള്ള ആളുകളെ ആശ്വസിപ്പിക്കാൻ. ഇന്ന് നോക്കൂ, പ്രതിപക്ഷത്തിന്റെ MLA മാർ ജനരോഷത്തിനിടയിൽപ്പെട്ട് കൈകാലിട്ടടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സിദ്ദിഖും IC ബാലകൃഷ്ണനും ഈ ജനരോഷം മുഴുവൻ ഏറ്റുവാങ്ങുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരു മന്ത്രി അവിടെ കാണുന്നില്ല, ഒരു ജനപ്രതിനിധിയെ കാണുന്നില്ല. CPIM-ന്റെ എനിക്ക് തോന്നുന്നു ജില്ലാ കമ്മിറ്റിയിലുള്ളതോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലുള്ളതോ ആയ 1-2 പേരല്ലാതെ ഒരു മനുഷ്യരെയും ആ ദൃശ്യങ്ങളിൽ ഒരിടത്ത് നമുക്ക് പുൽപ്പള്ളിയിൽ കാണാൻ കഴിയുന്നില്ല. ആയിരക്കണക്കിന് മനുഷ്യർ ആ മൃതദേഹവും വെച്ചുകൊണ്ട് കടുവ കടിച്ചു തിന്ന കന്നുകാലിയുടെ ജഡം കൊണ്ട് വനംവകുപ്പിന്റെ ജീപ്പിന്റെ പുറത്ത് കെട്ടിവെച്ചുകൊണ്ട് പ്രതിഷേധിക്കുമ്പോഴേക്കും അവിടേക്ക് വരാൻ അല്ലെങ്കിൽ അതിനൊരു എസ്കലേറ്റ് ചെയ്യാൻ, ആ ഒരു സീനിൽ നിന്ന് കൃത്യമായി ആളുകളെ ഒന്ന് പിന്മാറ്റാൻ കൈകാലിട്ടടിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ 2 MLA-മാരാണ്, സിദ്ദിഖും IC ബാലകൃഷ്ണനും. അവിടേക്കൊന്ന് എത്തിച്ചേരാൻ പോലും ഇതുവരെ കഴിയാത്ത ഒരു മന്ത്രി എന്തിനാണ് എന്ന് നിശ്ചയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഫെബ്രുവരി 20-ന് ഉന്നതതല യോഗം നിശ്ചയിച്ചിരിക്കുകയാണ്. ഉന്നതതലത്തിലിരുന്ന് കൂടിയാലോചന നടത്തിയാൽ ആന വരാതിരിക്കും, കടുവ വന്ന് ആക്രമിക്കാതിരിക്കും. മനുഷ്യൻ വീണ്ടും ഞാൻ നാളെ മരിക്കുമോ അതോ മറ്റന്നാൾ മരിക്കുമോ എന്നുള്ള പേടിയിൽ കഴിയേണ്ട സാഹചര്യം തന്നെയാണ്. ഇത് വയനാട്ടിലെ മാത്രമല്ല, കണ്ണൂരായാലും പാലക്കാടായാലും ഇടുക്കിയായാലും. ചക്കക്കൊമ്പൻ എപ്പോഴിറങ്ങും, ചക്കക്കൊമ്പൻ എന്നെ കുത്തിമലർത്തുമോ എന്ന് പേടിച്ചിറങ്ങുന്ന മനുഷ്യർ അവിടെ ഇടുക്കിയിലുണ്ട്. കണ്ണൂരായാലും പാലക്കാടായാലും ഒക്കെ ഈ വന്യമൃഗത്തിന്റെ ശല്യമുണ്ട്. ഇന്നിപ്പോൾ നോക്കൂ, ഇപ്പോൾ 13 വർഷമായി, അതായത് വനത്തെയും വന്യമൃഗത്തെയും പരിപാലിച്ചു വന്ന കാടറിയുന്ന ഒരു മനുഷ്യനെയാണ് കാട്ടാന ചവിട്ടിക്കൊന്നത്. 5 കാട്ടാനക്കൂട്ടമാണ് ഈ കുറുവ ദ്വീപിലെ ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ വനം സംരക്ഷണ സമിതി ജീവനക്കാരൻ പോളിന്റെ നേരെ പാഞ്ഞെടുത്തത്. പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഓടി. പോളിന് കാടറിയാം, വന്യജീവി അറിയാം. പോൾ ഓടിയെങ്കിലും പോളിനെ നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ചവിട്ടിയിടുകയാണ്. എന്നിട്ട് വാരിയലിൽ ചവിട്ടി ഒടിച്ച് ഒരു കുടുംബത്തിന്റെ അത്താണി ഇല്ലാതാക്കിയിരിക്കുകയാണ്. ആ കുട്ടി അത്രയും ആത്മരോഷത്തോടെ സംസാരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം വനത്തെക്കുറിച്ചൊക്കെ ആ അച്ഛൻ പറഞ്ഞ ആ മകൾക്കറിയാം, അല്ലെങ്കിൽ ഈ വന്യജീവിയുടെ ആക്രമണത്തെക്കുറിച്ച് ആ സോനയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് സോന അങ്ങനെ പ്രതികരിക്കുന്നത്. നേരത്തെ ബേലൂർ മക്നയെ കുറിച്ച് പറഞ്ഞു. ബേലൂർ മക്നെ ഇങ്ങനെ കുതിച്ചു പാഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ പറയുന്നു ആന്റിനെ എത്തിയില്ല, ആന്റിനെ എത്തിയാൽ ഇപ്പോൾ ശരിയാക്കുമെന്ന്. 7 ദിവസമായി ആന്റിനെയും ഇല്ല, സിഗ്നലും ഇല്ല. മക്നെ എവിടെയൊക്കെയോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കൂടെയുള്ള മോഴയാണ് ആക്രമണകാരിയായി തിരിച്ചിങ്ങോട്ട് വരുന്നു. വനംവകുപ്പിന്റെ അല്ലെങ്കിൽ RRTയുടെ ടീം പേടിച്ചോടുന്നു. ഇതാണ് നമ്മൾ
കാണുന്നത്? ഇങ്ങനെയാണോ വനംവകുപ്പിന്റെ ഒരു ആക്ഷൻ പ്ലാൻ വേണ്ടത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു സ്വൈര ജീവിതം ഒരുക്കേണ്ടത്? അതൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ വാരാണസിയിൽ നിന്ന് കണ്ണൂരിൽ പറന്നിറങ്ങിയ രാഹുൽ ഗാന്ധി, മണ്ഡലത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണിത്. ഒരു മണ്ഡലത്തിന്റെ ജനപ്രതിനിധി ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണിത്. ഇക്കാര്യത്തിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന വാഗ്ദാനം കൊടുത്തുകൊണ്ട് വേണം അദ്ദേഹം 2024 തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പോൾ പ്രോമിസ് ഈ മാൻ വൈൽഡ് കോൺഫ്ലിക്റ്റിന് അതിനാവശ്യമായ സുരക്ഷ ഒരുക്കാനായി ആ ജനങ്ങൾക്കൊപ്പം ആ ജനങ്ങളുടെ ഈ ഭീതി ഞാൻ ഉൾക്കൊള്ളുന്നു എന്നൊരു പ്രഖ്യാപനം നാളെ കൽപ്പറ്റയിൽ എത്തുമ്പോൾ രാഹുൽ ഗാന്ധി നടത്തുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ പോൾ പ്രോമിസ് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഈ മൃതദേഹവുമായുള്ള പ്രതിഷേധം നമ്മൾ കാണുന്ന ദൃശ്യം എന്താണ്? നമ്മളിപ്പോൾ ഈ AC റൂമിന്റെ ശീതളിമയിലിരുന്ന് ചർച്ച ചെയ്യുകയാണ്. 8 ദിവസവും മുൻപും മൃതദേഹം തോളിൽ ചുമന്നുള്ള പ്രതിഷേധം നമ്മൾ കാണുന്നു. ഇന്ന് മൃതദേഹം പുറത്ത് വെച്ച് അത്രയും സമയം പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ ഇനി ആ മൃതദേഹം അഴുകി തുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് പോളിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോലീസുകാരൻ വന്ന് പറയുകയാണ്. അപ്പോൾ 8 ദിവസം കൂടുമ്പോൾ ഓരോ മൃതദേഹവും ഏന്തിക്കൊണ്ടുള്ള പ്രതിഷേധം കാണണോ വനംവകുപ്പിന്? ഇനിയും ഇങ്ങനെ ഒരു പ്രതിഷേധത്തിനെ കാത്തിരിക്കുകയാണോ വനംവകുപ്പ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്. കൃത്യമായ അവഗണനയാണ്. ആ അവഗണനയ്ക്ക് കൃത്യമായ മരുന്ന് കണ്ടെത്തിയില്ലെങ്കിൽ ഈ വനമന്ത്രിയെ പുറത്താക്കുകയെങ്കിലും മുഖ്യമന്ത്രി ചെയ്യണമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. ശരി. Meet the editors.